ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 30 വരെയാണ് റിമാൻഡ് നീട്ടിയത്. എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ 30-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നടപടി. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? ശ്രീജ, ദ്വാരപാലക സ്വർണ്ണക്കടത്ത് കേസിലാണ് ഇരുവരുടെയും റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. ഡിസംബർ 30 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. എ പത്മകുമാറിന്റെയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഡിസംബർ 30-ന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഇരുവരുടെയും ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതികളിൽ ആർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു. തുടർന്നാണ് ജാമ്യം നിഷേധിച്ചത്. വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം അവിടെയും ലഭ്യമായില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കേസല്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കേസാണിതെന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ഇനിയിപ്പോ ക്രിസ്തുമസ് അവധിക്ക് ശേഷമായിരിക്കും കേസ് പരിഗണിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നു കൂടിയുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച അപേക്ഷയിൽ നാളെയാകും ശ്രീജ ഇതിന്റെ ഒരു വിധി പറയുക. SITയുടെയും EDയുടെയും വാദം ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ പൂർത്തിയായിരുന്നു. കേസിലെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് EDയുടെ ആവശ്യം. എന്നാൽ ഈ രേഖകൾ നൽകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നതും. എന്നാൽ ഇതിന്റെ വാദം ഇന്നലെ പൂർത്തിയായി. ഇതിൽ നാളെ വിധി പറയാനിരിക്കുകയാണ്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെയാണ് നീട്ടിയിരിക്കുന്നത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് 30 വരെ വീണ്ടും റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശ്രീജ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, 2019-ൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ അന്ന് ഉത്തരവിറക്കിയ കുറ്റത്തിലാണ് അവർക്കെതിരെ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപ്പട്ടികയിലാവുകയും ചെയ്തു. ഇത് ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ തുടർന്ന് ഇതേ കാരണങ്ങൾ പറഞ്ഞാണ് ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും. ഇന്ന് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യും. ശ്രീജ, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഒപ്പം മുൻ ദേവസ്വം സെക്രട്ടറിയായ എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു എന്ന വാർത്ത കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരികയാണ്. അവരുടെ ആരോഗ്യ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്.